ഹലോ, എല്ലാവർക്കും നമസ്കാരം. മലയാളം കിച്ചൺ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല കൊണ്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കറി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇതിൽ ഒരുപാട് ഗ്രേവിയും കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഡ്രൈ റോസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, അതിന് ഇച്ചിരി ഗ്രേവി ഉണ്ട്. അതിന് നമുക്കിതിപ്പം വെറുതെ ഒന്ന് കുറച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം, അല്ല ചോറ് ചപ്പാത്തി അതിന് കൂടെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിക്കാനായിട്ട് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവിക്കുന്നതിന് മുന്നേ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കടല വെന്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ നമുക്ക് വെന്ത് വരുമ്പോൾ ഒരുപാട് വെള്ളം അതിൽ നിന്ന് മാറ്റിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സത്തെല്ലാം ആ കടല കൂടെ പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് താളിച്ചെടുക്കാം. തളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. അത് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും ചെറുതായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ മതി കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചെറുതായിട്ടൊന്ന് ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞതോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു എസൻസ് ഉണ്ടല്ലോ, അത് ഈ വെളിച്ചെണ്ണയ്ക്ക് അകത്തിട്ടിട്ട് ഒന്ന് വരണം കേട്ടോ. അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള ഇങ്ങനെ തീരെ ചെറുതാക്കണ്ട, ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ഇവിടെ 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്താലും മതി. അതിനുശേഷം ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഞാനിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. ഇനി ഒരു പഴുത്തൊരു തക്കാളി, വലിയ തക്കാളിയാണ്, അതും കൂടി അരിഞ്ഞതിട്ടിട്ട് നമുക്കൊന്നിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തക്കാളിയെല്ലാം നന്നായിട്ട് താളിച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മുടെ കടലയുടെ വെന്ത വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. കടല വേവിച്ചതിന് ശേഷം ഇത്രയും വെള്ളമായിട്ട് ബാക്കി വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കടല വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം പിന്നെ അത് വറ്റിച്ചെടുക്കാനായിട്ട് കുറേ സമയം വേണ്ടി വരും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാത്രം കടല വേവിച്ചെടുക്കുക. ഈ കടലയുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളം റെഡിയായി വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമില്ലാത്ത കാരണം നമ്മുടെ കടലമേ ആ ഒരു മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അത് നിങ്ങൾ എടുക്കുന്ന കടല എന്തോരുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചപ്പാത്തി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം.